ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് അത് വേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും. കാരണം നമുക്കതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയത് കൊണ്ടായിരിക്കാം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അത്തരത്തിൽ പണി കിട്ടിയ കുറച്ച് ആളുകളെയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. സിനിമകളിൽ നമ്മൾ കാണാറുള്ള ഒന്നാണ് ആളുകളെ ക്ലോറോഫോം വെച്ച് ബോധം കെടുത്തുന്നത്. ഒരു പക്ഷേ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ക്ലോറോഫോം എന്നതിനെ കുറിച്ച് അറിഞ്ഞത് തന്നെ സിനിമയിലൂടെ ആയിരിക്കാം. എന്തായാലും ക്ലോറോഫോം വെച്ച് ആളുകളെ ബോധം കെടുത്താൻ സാധിക്കുമോ എന്ന് സ്വയം പരീക്ഷിച്ചു നോക്കിയതാണ് ഈ വ്യക്തി. ക്യാമറയും ഓൺ ചെയ്ത് ഒരു തുണിയിൽ അല്പം ക്ലോറോഫോം എടുത്ത് അത് മൂക്കിലേക്ക് വെച്ചത് മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മ കാണൂ. ബോധം കെട്ടതിനൊപ്പം തലയിടിച്ചാണ് അദ്ദേഹം താഴെ വീണത്. ടോയ്ലറ്റ് ഉണ്ടെങ്കിലും അതിനു പകരം പബ്ലിക് പ്ലേസുകൾ ടോയ്ലറ്റാക്കി മാറ്റാറുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരു പക്ഷേ അതിൽ അധികം ആളുകളും നിവൃത്തികേട് കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. എന്നാൽ അറിഞ്ഞുകൊണ്ട് റോഡിനെ ടോയ്ലറ്റാക്കി മാറ്റിയ ഒരു വ്യക്തിയാണിത്. ആ സ്ഥലത്ത് തൊട്ടു മുൻപ് മഴ പെയ്തതുകൊണ്ട് റോഡിൽ വെള്ളമുണ്ടായിരുന്നു. അയാൾ റോഡിൽ കാര്യം അയാളുടെ ദേഹത്തേക്ക് തളിക്കുകയായിരുന്നു. തറയിൽ കൈകുത്തിക്കൊണ്ട് പലവിധ അഭ്യാസങ്ങൾ ചെയ്യുന്നവരുണ്ട്. നല്ല രീതിയിലുള്ള ബോഡി ഫിറ്റ്നസ് ഉള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് കൈകുത്തി കാലുകൾ മുകളിലേക്ക് വെച്ച് തല കീഴായി നടക്കുന്നത്. ഈ വ്യക്തി അത്തരത്തിൽ തന്റെ കഴിവ് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ടായ ഒരു സംഭവമാണിത്. കൈകുത്തി നിന്നുകൊണ്ട് പതിയെ സ്റ്റെപ്പ് ഇറങ്ങാൻ ശ്രമിച്ചതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോഴേക്കും മുകളിലുണ്ടായിരുന്ന കാൽ നിമിഷ നേരത്തിനുള്ളിൽ താഴേക്കെത്തി. സംഭവം നൈസായിട്ട് പാളിപ്പോയി. മോഷണം നടത്തുന്നവർക്ക് വ്യക്തമായ പ്ലാനിങ്ങും പ്രസൻസ് ഓഫ് മൈൻഡും ഉണ്ടെങ്കിലാണ് അവർക്കത് സക്സസ്ഫുൾ ആയി ചെയ്യാൻ സാധിക്കൂ. എന്നാൽ വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നതും പക്ഷേ പ്രസൻസ് ഓഫ് മൈൻഡ് തീരെ ഇല്ലാത്തതുമായ ഒരാൾ മോഷ്ടിക്കാൻ ചെന്നപ്പോഴുണ്ടായ സംഭവമാണിത്. ഒരു ദിവസം രാത്രിയിൽ ഒരു കടയിൽ നിന്ന് മോഷ്ടിക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ കള്ളൻ പോയത്. കടയുടമ രാത്രിയിൽ കടയടച്ച് പോവുകയായിരുന്നു. ഈ സമയം കള്ളൻ കടയിലേക്ക് കയറുവാൻ ശ്രമിക്കുകയാണ്. ഈ കടയുടെ ഡോർ ഓട്ടോമാറ്റിക് ഡോറുമാണ്. കള്ളൻ കടയുടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരുന്ന സമയത്ത് ഡോർ തനിയെ അടഞ്ഞു. അവസാനം കള്ളന് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന അവസ്ഥയിൽ അവിടെ കുടുങ്ങി കിടക്കേണ്ടി വന്നു. രാവിലെ ആയപ്പോൾ എന്തായാലും ഈ ആളുകൾ കള്ളനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടാവണം. സാങ്കേതിക വിദ്യയുടെ മികച്ചൊരു സംഭാവനയാണ് വെർച്വൽ റിയാലിറ്റി. VR സെറ്റുകൾ കൊണ്ട് അത്ഭുത ലോകം സൃഷ്ടിക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ അത്ഭുത ലോകത്ത് നിന്ന ഒരു സ്ത്രീക്ക് സംഭവിച്ച രസകരമായ സംഭവമാണ് ഇനി കാണാൻ പോകുന്നത്. അത്ഭുത ലോകത്ത് വെച്ച് ഒരു ജമ്പ് ചെയ്തതാണ്. പിന്നെ നടന്നത് അത്ഭുത ലോകത്തെ കുറച്ച് നക്ഷത്രങ്ങൾ എണ്ണലായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. ലിഫ്റ്റുകൾ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണെന്ന് നമുക്കറിയാം. കറണ്ട് പോയി ലിഫ്റ്റിൽ കുടുങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും. എന്തായാലും ലിഫ്റ്റിൽ വെച്ച് ഈ മിടുക്കന് കിട്ടിയ പണി എന്താണെന്ന് നമുക്ക് നോക്കാം. വൃത്തികേട് കാണിച്ച് പണി മേടിച്ച ഒരു മഹാനെ നമ്മൾ കുറച്ചു മുൻപേ കണ്ടതാണ്. അതേ വൃത്തികേട് ലിഫ്റ്റിന്റെ ഉള്ളിൽ വെച്ച് ചെയ്തതാണ് ഈ മിടുക്കൻ. ലിഫ്റ്റിന്റെ സ്വിച്ചിനുള്ളിലേക്ക് വെള്ളം കയറിയതും ലിഫ്റ്റ് കേടായി. അങ്ങനെ ലിഫ്റ്റ് നിന്ന് പോയി. ചെക്കന് മിടുക്കൽപ്പം കൂടി പോയതിന് കിട്ടിയ പണിയായിരുന്നു ഇത്. ഈ വ്യക്തി ഒരു മേൽക്കൂര നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായി അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ഒരു പണിയാണിത്. ഈ ചൈനക്കാരൻ മേൽക്കൂരയ്ക്കുള്ള മരത്തിന്റെ പീസ് ആണികൊണ്ട് അടിച്ചുറപ്പിക്കുകയാണ്. ജോലി അവസാനിപ്പിച്ച് താഴേക്കിറങ്ങാൻ നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് പണി കിട്ടിയെന്ന്. സംഭവം എന്തായാലും കോമഡി ആയിട്ടുണ്ട്. പുഴയിലേക്കും സ്വിമ്മിംഗ് പൂളിലേക്കും ചാടുന്നത് പോലെ ചാടിയതാണ് ഈ വ്യക്തി. പക്ഷേ അവസാനം നടന്ന ട്വിസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ കോമഡി. ഉയർന്നു ചാടിയതൊക്കെ മനോഹരമായിട്ടുണ്ട്. പക്ഷേ അവിടെ വെള്ളമില്ല എന്ന് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ പെൺകുട്ടി ചുമ്മാ ഇരുന്നപ്പോൾ ക്യാമറ ഓൺ ചെയ്ത് ഒരു അഭ്യാസം ചെയ്തതാണ്. ചെയ്തു കഴിഞ്ഞപ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിക്കാണും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഗുഡ് ബൈ.